കഴിഞ്ഞയാഴ്ച ആത്മീയ പക്വതയിലേക്ക് നാം വളരേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ചാണ് ഇവിടെ സംസാരിച്ചത്. നിങ്ങളത് ഓർക്കും എന്ന് ഞാൻ വിചാരിക്കുന്നു. utter necessity to grow into spiritual maturity. കർത്താവ് നമ്മെ രക്ഷിച്ചിരിക്കുന്നത് കേവലം രക്ഷിക്കപ്പെട്ട് സ്വർഗത്തിൽ പോകാൻ വേണ്ടി മാത്രമല്ല, അനേക വർഷങ്ങൾ ഈ ഭൂമിയിൽ സ്വർഗത്തിൽ പോകുന്നതിന് ജീവിക്കാനും ദൈവം നമുക്ക് അവസരം തന്നിരിക്കുന്നത് ആ ജീവിക്കുന്ന കാലത്ത് ആത്മീകമായി ഫലം കായ്ച്ച് കർത്താവിന്റെ സ്വഭാവം പ്രതിഫലിപ്പിച്ച് ദൈവത്തിന് പ്രസാദകരമായൊരു ജീവിതം ഈ ലോകത്തിൽ നാം നയിക്കണം. അതിനാണ് സ്വർഗത്തിൽ പോകുന്നതിന് അനേക വർഷം മുമ്പ് നമ്മളെയൊക്കെ രക്ഷിച്ച് ഈ ഭൂമിയിലാക്കിയിരിക്കുന്നത്. സ്വർഗത്തിൽ പോകാനാണെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ മരിക്കുന്നതിന് 1 മിനിറ്റ് മുമ്പ് രക്ഷിക്കപ്പെട്ടാൽ മതി, സ്വർഗത്തിൽ പോകും. പിന്നെ ഇതിനെ 10-20 വർഷം മുമ്പ് രക്ഷിച്ചത് അതിന്റെ കാരണം ഇതാണ്: ഈ ലോകത്തിൽ കർത്താവിന് സാക്ഷ്യം വഹിച്ച് ക്രിസ്തീയ സ്വഭാവങ്ങൾ ഉൾക്കൊണ്ട് യേശുക്രിസ്തുവിനെ പോലെ ആയിത്തീരുന്ന സ്വഭാവത്തിന്റെ ഉടമകളായി നാം തീരണം. അതാണ് സ്പിരിച്വൽ മെച്യൂരിറ്റി എന്ന് പറയുന്നത്, ആത്മീയ വളർച്ച എന്ന് പറയുന്നത്. അതിന് ധാരാളം വാക്യങ്ങൾ ഞാൻ കാണിക്കുകയുണ്ടായി. നാം ആരംഭിച്ചത് റോമാലേഖനം 8-ാം അധ്യായത്തിലെ വാക്യം ഉദ്ധരിച്ചുകൊണ്ടാണ്. തന്റെ പുത്രന്റെ സ്വരൂപത്തോട് നമ്മെ അനുരൂപരാക്കുക എന്നുള്ളതാണ് നമ്മുടെ രക്ഷയിലെ ദൈവത്തിന്റെ ഏറ്റവും വലിയ പരിപാടി. എഫേസ്യ ലേഖനത്തിൽ പൗലോസിന്റെ പ്രാർത്ഥനയിൽ നാം അത് കണ്ടു. ദൈവത്തിന്റെ എല്ലാ നിറവിനോളം നാം നിറഞ്ഞു വരണം, ദൈവ സ്വഭാവത്താൽ നാം നിറഞ്ഞു വരണം. മാത്രമല്ല മറ്റ് പല വേദഭാഗങ്ങളും പൗലോസ് കൊലോസ്യർ 1:28 തന്റെ ശുശ്രൂഷയുടെ ലക്ഷ്യം എല്ലാവരും തികഞ്ഞവരായി തീരണം, എല്ലാവരും രക്ഷിക്കപ്പെടണമെന്ന് മാത്രമല്ല അവരെല്ലാം സ്പിരിച്വൽ മെച്യൂരിറ്റി അറ്റൈൻ ചെയ്യണം. 2 തിമോഥെയോസ് 3:16 തിരുവെഴുത്ത് നമുക്ക് തന്നിരിക്കുന്നത് എല്ലാവരും തികഞ്ഞവരായി തീരണം, that the man of God may be perfect, spiritually mature ആയി തീരണം. അതിനുവേണ്ടിയാണ് തിരുവെഴുത്ത് നമുക്ക് തന്നിരിക്കുന്നത്. എപ്പഫ്രാസിന്റെ പ്രാർത്ഥന കൊലോസ്യർ 4 നമ്മൾ കണ്ടു. എപ്പഫ്രാസ് പ്രാർത്ഥനയിൽ പോരാടുകയാണ് വിശ്വാസികൾക്ക് വേണ്ടി. എന്താ? അവർ ദൈവഹിതം സംബന്ധിച്ചൊക്കെയും നിശ്ചയമുള്ളവരായി തികഞ്ഞവരായി തീരണം. അപ്പൊ എത്ര വാക്യങ്ങളാണ് പുതിയ നിയമത്തിൽ അത് സംബന്ധിച്ചുള്ളത്. നമ്മെ രക്ഷിച്ച് ഇവിടെ ആക്കിയിരിക്കുന്നത് നാം ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെടുന്നതിന് മുമ്പ് ആത്മീകമായി വളർച്ച പ്രാപിച്ച് തികഞ്ഞവരായി തീരണം. നാം എല്ലാവരും സ്പിരിച്വൽ മെച്യൂരിറ്റിയിൽ പൂർണ്ണ വളർച്ചയിലേക്ക് വരണം. അതാണ് നമ്മെക്കുറിച്ചുള്ള ദൈവത്തിന്റെ ഉദ്ദേശം. ഇന്ന് അതുപോലെ തന്നെയുള്ള ഒരു വാക്യം വായിച്ച് നമുക്ക് ആരംഭിക്കാം. നമ്മുടെ കർത്താവ് തന്നെ ഈ ലോകത്തിലായിരുന്നപ്പോൾ പറഞ്ഞ ഒരു വാക്യമാണ്. യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായം 16-ാം വാക്യം. ജോൺസ് ഗോസ്പൽ ചാപ്റ്റർ 15 and verse 16. യോഹന്നാൻ 15:16 വാക്യം. നിങ്ങൾ എന്നെ തെരഞ്ഞെടുത്തു എന്നല്ല, ഞാൻ നിങ്ങളെ തെരഞ്ഞെടുത്തു, നിങ്ങൾ പോയി ഫലം കായ്ക്കേണ്ടതിന്, നിങ്ങളുടെ ഫലം നിലനിൽക്കേണ്ടതിനും നിങ്ങളെ ആക്കി വെച്ചുമിരിക്കുന്നു. ഞാൻ നിങ്ങളെ തെരഞ്ഞെടുത്തത് നിങ്ങൾ പോയി ഫലം കായ്ക്കേണ്ടതിനും നിങ്ങളുടെ ഫലം നിലനിൽക്കേണ്ടതിനുമാണ്. അപ്പോൾ റോമാലേഖനം 8-ാം അധ്യായത്തിൽ ദൈവത്തിന്റെ വീണ്ടെടുപ്പിന്റെ കാര്യപരിപാടിയുടെ ആത്യന്തികമായ ലക്ഷ്യം തന്റെ പുത്രന്റെ സ്വരൂപത്തോട് നമ്മെ അനുരൂപരാക്കുവാനാണ് എന്ന് എഴുതിയിരിക്കുന്ന പോലെ തന്നെ അതേ കാര്യം വേറൊരു നിലയിൽ പറയുകയാണ്. കർത്താവ് പറയുകയാണ്, ഞാൻ നിങ്ങളെ തെരഞ്ഞെടുത്തിരിക്കുന്നത്. അവിടെ 2 വാക്കുകൾ 16-ാം വാക്യത്തിൽ ഐ ചോസ് യു, പിന്നെ വേറൊരു വാക്ക് ആക്കി വെച്ചു, ഇംഗ്ലീഷിൽ അപ്പോയിന്റഡ് യു. ഐ ചോസ് യു ആൻഡ് അപ്പോയിന്റഡ് യു. ഞാൻ നിങ്ങളെ തെരഞ്ഞെടുത്തു, നിങ്ങളെ അപ്പോയിന്റ് ചെയ്തു, നിങ്ങളെ ആക്കി വെച്ചു. എന്തിനാ? നരകത്തിൽ പോകാതെ നിങ്ങൾ എല്ലാവരും സ്വർഗത്തിൽ പോകേണ്ടതിന് എന്നല്ല പറഞ്ഞിരിക്കുന്നത്. അത് ശരിയാണ്, സംഭവിക്കും. പക്ഷെ ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്താ? പറഞ്ഞിരിക്കുന്നത് നിങ്ങളെ തെരഞ്ഞെടുത്ത് അപ്പോയിന്റ് ചെയ്തിരിക്കുന്നത് നിലനിൽക്കുന്ന ഫലം നിങ്ങൾ കായ്ക്കണം. പ്രിയപ്പെട്ടവരെ, അത് സ്വർഗത്തിൽ ചെന്ന് കഴിഞ്ഞുള്ള കാര്യമല്ല. നിലനിൽക്കുന്ന ഫലം നാം കായ്ക്കേണ്ടത് ഈ ലോകത്തിൽ നാം ജീവിക്കുമ്പോഴാണ്. അതെന്താ ഫലം? ആ ഫലം എന്ന് പറയുന്നത് ആത്മീയ വളർച്ചയാണ്, ആത്മീയ പക്വതയാണ്. എളുപ്പത്തിൽ മനസ്സിലാകുന്ന ഭാഷയിൽ പറഞ്ഞാൽ ഗലാത്യർ 5:22 പറഞ്ഞിരിക്കുന്ന പോലെ ആത്മാവിന്റെ ഫലം, ദ ഫ്രൂട്ട് ഓഫ് ദ സ്പിരിറ്റ്, ഗലേഷ്യൻസ് 5:22. അതാണ് ഫലം, പ്രധാനപ്പെട്ട ഫലം. വേറെയും ഫലങ്ങൾ പുതിയ നിയമത്തിലുണ്ട്, അതിലേക്ക് ഇപ്പോൾ നമ്മൾ പോകുന്നില്ല. ക്രിസ്തുവിൻ സ്വഭാവം, അതാണ് നമ്മുടെ ജീവിതത്തിൽ കാണപ്പെടേണ്ട ഏറ്റവും വലിയ ഫലം. അപ്പോൾ നമ്മെ കർത്താവ് രക്ഷിച്ച് ഈ ലോകത്തിലാക്കിയിരിക്കുന്നത്
നമ്മെ കർത്താവ് അപ്പോയിന്റ് ചെയ്തിരിക്കുന്നത് നാം എല്ലാവരും ഇവിടെ ജീവിക്കുമ്പോൾ ആത്മീയ പക്വതയിലേക്ക് വളരണം, ആത്മീകമായി നാം ഫലം കായ്ക്കണം, ആത്മീകമായി വളരണം. അതിനാണ് നമ്മെ എല്ലാവരെയും കർത്താവ് ഇവിടെ ആക്കി വെച്ചിരിക്കുന്നത്. ഇന്ന് ഈ കാര്യം കഴിഞ്ഞ ആഴ്ച ഒരാളെ ചിന്തിച്ചു, ഇന്ന് എങ്ങനെയാണ് നാം ആ ആത്മീയ പക്വത പ്രാപിക്കുന്നത്? ഹൗ ഡു വി ഗ്രോ സ്പിരിച്വലി? ഹൗ ഡു വി അറ്റൈൻ സ്പിരിച്വൽ മെച്യൂരിറ്റി? എങ്ങനെയാണ് ആത്മീയ പക്വത നാം പ്രാപിക്കുന്നത്? അതിനുള്ള മുഖാന്തരങ്ങൾ എന്തൊക്കെയാണ്? ആത്മീയമായി ഫലം കായ്ക്കണം, പക്വതയിലേക്ക് വരണമെന്ന് പറഞ്ഞാൽ മാത്രം പോരല്ലോ. അത് എങ്ങനെയാ വരുന്നത്? എങ്ങനെയാണ് ഈ ഫലം കായ്ക്കുന്നത്? അത് നമ്മൾ അറിഞ്ഞിരിക്കണം. തിരുവഴുത്തിൽ അത് പറഞ്ഞിട്ടുണ്ട്. അത് വളരെ ചുരുക്കമായിട്ട് ഒന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഇനി അതിന്റെ മറുവശവും കൂടെ, നാം അങ്ങനെ ഫലം കായ്ച്ചില്ലെങ്കിൽ എന്ത് പറ്റും? അതും പറയണമെന്ന് എനിക്കുണ്ട്. വാട്ട് ആർ ദ കോൺസിക്വൻസസ് ഓഫ് നോട്ട് ഗ്രോയിങ് സ്പിരിച്വലി? ആത്മീയമായി നാം പക്വതയിലേക്ക് വന്നില്ലെങ്കിൽ സ്വർഗത്തിൽ പോകുമോ? സ്വർഗത്തിൽ പോകും. ആത്മീയമായ ഒരാൾ പക്വത പ്രാപിച്ചില്ലെങ്കിലും രക്ഷിക്കപ്പെട്ടയാളാണെങ്കിൽ സ്വർഗത്തിൽ പോകും. പക്ഷേ പല ദോഷങ്ങൾ, പല അനന്തരഫലങ്ങൾ, പല നഷ്ടങ്ങൾ അയാൾക്കുണ്ടാകും. അതും തിരുവഴുത്തിൽ പറഞ്ഞിട്ടുണ്ട്. അതും സമയമുള്ള അനുസരിച്ച് ഒന്ന് കാണിക്കണമെന്ന് ഞാൻ വിചാരിക്കുക. ദൈവത്തിന്റെ ദാസന്മാർ പലര് ഈ ആത്മീയ പക്വതയെ കുറിച്ചൊക്കെ പല തരത്തിലുള്ള നിർവചനങ്ങൾ ഒക്കെ തന്നിട്ടുണ്ട് മനസ്സിലാകാനായിട്ട്. അതിൽ ഏറ്റവും നല്ല, ഞാൻ വായിച്ചിട്ടുള്ള ഏറ്റവും നല്ല ഒരു ഡെഫിനിഷൻ, ഒരു നിർവചനം ഞാൻ ഒന്ന് ഉദ്ധരിക്കാനായിട്ട് ആഗ്രഹിക്കുക. ആരാ ഇത് പറഞ്ഞിരിക്കുന്നത് എനിക്ക് കൃത്യം ഓർമ്മയില്ല. ഏതോ ഒരു ദൈവദാസൻ പറഞ്ഞിരിക്കുന്ന ഒരു ഡെഫിനിഷനാണ്. ആത്മീയ പക്വത അല്ലെങ്കിൽ ആത്മീയ വളർച്ച എന്ന് പറഞ്ഞാൽ എന്താണ്? ഞാൻ ഇംഗ്ലീഷിൽ ആദ്യം ഒന്ന് വായിക്കാം. സ്പിരിച്വൽ ഗ്രോത്ത് ഈസ് ദ സ്പിരിച്വൽ മെച്യൂരിറ്റി that the Holy Spirit produces in a believer over a period of time, resulting in spiritual discernment and Christ-likeness. നല്ലൊരു നിർവചനമാണ്. അതിൽ ഒത്തിരി കാര്യങ്ങളുണ്ട്. അത് ഞാൻ മലയാളത്തിൽ പറയട്ടെ. ആത്മീയ വളർച്ച എന്ന് പറഞ്ഞാൽ നാം പ്രാപിക്കുന്ന ആത്മീയ പക്വതയാണ്. അത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മിൽ ഉളവാക്കുന്നതാണ്. ഒരു കുറച്ച് നാളുകൊണ്ട്, അതായത് സമയമെടുത്ത് നമ്മിൽ ഉളവാക്കുന്നതാണ്. അതിന്റെ ഫലം ക്രിസ്തുവിനോട് അനുരൂപമായ സ്വഭാവം. ഇത്രയും കാര്യം ആ ഡെഫിനിഷനിലുണ്ട്. എന്തൊക്കെയുണ്ട്? ആത്മീയ വളർച്ച എന്ന് പറഞ്ഞാൽ ആത്മീയ പക്വതയാണ്, സ്പിരിച്വൽ മെച്യൂരിറ്റി. ഇനി ആ ആത്മീയ പക്വത ദൈവത്തിന്റെ പരിശുദ്ധാത്മാവാണ് നമ്മുടെ ഉള്ളിൽ ഉളവാക്കുന്നത്. അടുത്തത് ഒരു കാലയളവ് കൊണ്ടാണ് ഉളവാക്കുന്നത് എന്ന് പറഞ്ഞാൽ, രക്ഷിക്കപ്പെട്ട ഉടനെ ഒരു വർഷം കൊണ്ട് അയാൾ ആത്മീയ പക്വത എത്തുകയില്ല. പെട്ടെന്ന് ഒരു രാത്രി കൊണ്ട് നാം ആരും ആത്മീയ പക്വതയിൽ എത്തുകയില്ല. ആത്മീയ വളർച്ച എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ ലൈഫ് ടൈം പ്രോസസ്. ജീവിതകാലം മുഴുവനായിട്ടും നടക്കേണ്ട ഒരു പ്രക്രിയയാണ് ആത്മീയ പക്വതയിലേക്ക്, ക്രൈസ്റ്റ് ലൈക്ക്നെസ്സിലേക്ക് നാം വളർന്നുകൊണ്ടിരിക്കുക. അപ്പോൾ സമയമെടുക്കുമെന്നാണ് അതിന്റെ അർത്ഥം. ഇനി അതിന്റെ ആത്യന്തികമായ ഗുണം എന്താണ്? ആത്മീയമായ ഡിസേൺമെന്റ്, വകതിരിവും പരിജ്ഞാനവും ക്രിസ്തുവിന്റെ സ്വഭാവത്തിന് അനുരൂപമായ സ്വഭാവവും നമുക്ക് ലഭിക്കും. അപ്പൊ ഇത്രയും കാര്യം ഈ നിർവചനത്തിൽ ഉണ്ട്. സ്പിരിച്വൽ ഗ്രോത്ത് ഈസ് സ്പിരിച്വൽ മെച്യൂരിറ്റി that the Holy Spirit produces in a believer over a period of time, resulting in spiritual discernment and Christ-likeness. അതിന്റെ 3-4 ഘടകങ്ങളാണ് ഞാൻ മുമ്പേ പറഞ്ഞത്. ദൈവാത്മാവാണത് നമ്മുടെ ഉള്ളിൽ ആ പക്വത വരുത്തുന്നത്. ഒരു കാലയളവ് കൊണ്ടാണ് അത് വരുത്തുന്നത്. അതിന്റെ ഫലം എന്ന് പറയുന്നത് ക്രിസ്തുവിന് അനുരൂപമായ സ്വഭാവം, നമ്മുടെ സ്വഭാവത്തിലെ വളർച്ച, ക്രിസ്ത്യൻ വെർച്യൂസ്, അത് നമ്മിൽ കാണപ്പെടും. ആകട്ടെ, എങ്ങനെയാണ് ഈ ആത്മീയ ഫലം പുറപ്പെടുവിക്കുന്നത്? തിരുവഴുത്തിൽ പറഞ്ഞിട്ടുള്ള പല കാര്യങ്ങളുണ്ട്. അതിൽ 2-3 കാര്യങ്ങൾ, ഏറ്റവും പ്രധാനം എന്ന് വിചാരിക്കുന്ന 2-3 കാര്യങ്ങൾ ഒന്ന് ചൂണ്ടിക്കാണിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഇത് കേവലം ഒരു ഉപദേശമല്ല. ഈ ഉപദേശങ്ങൾ നമ്മുടെ ജീവിതത്തിൽ പ്രായോഗികമാക്കേണ്ടതാണ്. ഒന്നാമത്, ഈ യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായമാണല്ലോ നമ്മൾ വായിച്ചത്. ഈ യോഹന്നാൻ 15-ൽ തന്നെ എങ്ങനെയാണ് ഫലം കായ്ക്കേണ്ടതെന്ന് കർത്താവ് തന്നെ പറഞ്ഞിട്ടുണ്ട്. ഞാൻ നിങ്ങളെ ആക്കി വെച്ചത് നിങ്ങൾ ഫലം കായ്ക്കാനാണ് എന്ന് പറഞ്ഞു. എന്നാൽ എങ്ങനെയാണ് ആ ഫലം കായ്ക്കുന്നത് എന്ന് കർത്താവ് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അതിന്റെ 5-ാം വാക്യം നോക്കുക. Gospel of John 15:5, 15:5.
ഞാൻ മുന്തിരിവള്ളിയും നിങ്ങൾ കൊമ്പുകളുമാകുന്നു. ഒരുത്തൻ എന്നിലും ഞാൻ അവനിലും വസിക്കുന്നുവെങ്കിൽ അവൻ വളരെ ഫലം കായ്ക്കും. അതിന്റെ 4-ാം വാക്യത്തിലുണ്ട്, എന്നിൽ വസിപ്പീൻ, ഞാൻ നിങ്ങളിലും വസിക്കും. കൊമ്പിന് മുന്തിരിവള്ളിയിൽ വസിച്ചിട്ടല്ലാതെ സ്വയമായി കായ്പാൻ കഴിയാത്ത പോലെ എന്നിൽ വസിച്ചിട്ടല്ലാതെ നിങ്ങൾക്ക് കഴിയുകയില്ല. ഇവിടെ അതിന്റെ 1 മുതലുള്ള വാക്യങ്ങൾ നിങ്ങൾ 1 മുതൽ 11 വരെയുള്ള വാക്യങ്ങൾ വായിച്ചാൽ വസിക്കുക എന്നുള്ള വാക്ക് 8-9 പ്രാവശ്യം വരുന്നുണ്ട്. ആ വാക്യങ്ങളിലേക്കൊക്കെ ഇപ്പൊ നമ്മൾ പോകുന്നില്ല. നമ്മുടെ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട വസിക്കൽ മാത്രമേ ഇപ്പൊ പറയുന്നുള്ളൂ. അപ്പോൾ ഇവിടെ ഈ ക്ലിയർ ആയിട്ട് പറഞ്ഞിരിക്കുന്നത്, എന്നിൽ വസിക്കണം, ഞാൻ നിങ്ങളിലും വസിക്കും, അവനിൽ വസിക്കുന്നുവെങ്കിൽ 5-ാം വാക്യം, നിങ്ങൾ വളരെ ഫലം കായ്ക്കും. ഇഫ് യു അബൈഡ് ഇൻ ഹിം യു വിൽ ബെയർ മച്ച് ഫ്രൂട്ട്. അപ്പോൾ ഫലം കായ്ക്കണമെന്ന് നമുക്ക് എല്ലാവർക്കും ആഗ്രഹമുണ്ട്, അല്ലെ? ഫലം കായ്ക്കണമെന്ന് ആഗ്രഹമില്ലാത്ത ആരുമില്ല. എല്ലാ വിശ്വാസികൾക്കും ആത്മീയമായി പക്വത വേണം, ഫലം കായ്ക്കണമെന്ന് ആഗ്രഹമുണ്ട്. എങ്ങനെയാണ് ഈ ഫലം കായ്ക്കുന്നത്? തിരുവഴുത്തിൽ പറഞ്ഞിട്ടുണ്ട്, അവനിൽ വസിക്കണം. വി മസ്റ്റ് അബൈഡ് ഇൻ ഹിം. അപ്പോഴാണ് ഫലം കായ്ക്കുന്നത്. എന്താ അവനിൽ വസിക്കുക എന്ന് പറഞ്ഞാൽ? ഒരർത്ഥത്തിൽ എല്ലാ വിശ്വാസികളും കർത്താവിൽ വസിക്കുന്നവരാണ് എന്ന് പറഞ്ഞാൽ നാം എല്ലാവരും കർത്താവുമായി ജീവൽ ബന്ധമുള്ളവരാണ്. ആ അർത്ഥത്തിൽ നാം എല്ലാവരും പൊതുവായ ഒരു അർത്ഥത്തിൽ all believers abide in Christ because we are all connected to Christ. എല്ലാ ദൈവമക്കളും കർത്താവിൽ വസിക്കുന്നവരാണ്. ആ അർത്ഥത്തിൽ ദൈവത്തോട്, കർത്താവിനോട് ബന്ധമുള്ളവരാണ്. എന്നാൽ കുറച്ചുകൂടെ ആഴമേറിയ പ്രായോഗിക അർത്ഥം നോക്കുമ്പോൾ വസിക്കുക എന്ന് പറഞ്ഞാൽ കർത്താവിനോട് ഏറ്റവും ചേർന്ന് ജീവിക്കുന്ന ഒരു ജീവിതത്തിന്റെ വിവരണമാണ് വസിക്കുക എന്ന് പറയുന്നത്. വില്യം മാക്ഡൊണാൾഡ് തന്റെ കമന്ററിയിൽ, നിങ്ങൾക്ക് വീട്ടിൽ കമന്ററി ഉണ്ടെങ്കിൽ നോക്കാം, ആ കമന്ററിയിൽ വസിക്കുക എന്നുള്ളതിൽ എന്തെല്ലാം അടങ്ങിയിട്ടുണ്ടെന്ന് ഒരു 5-6 കാര്യങ്ങൾ പ്രായോഗികമായി പറഞ്ഞിട്ടുണ്ട്. ഞാൻ ആദ്യം പറഞ്ഞ പോലെ എല്ലാ വിശ്വാസികളും കർത്താവുമായി ബന്ധമുള്ളതുകൊണ്ട് ഒരർത്ഥത്തിൽ കർത്താവിൽ വസിക്കുന്നവരാണ് നമ്മൾ എല്ലാവരും. എന്നാൽ ഫലം കായ്ക്കത്തക്കവണ്ണം കർത്താവിൽ വസിക്കുന്നതിൽ എന്തെല്ലാം കാര്യങ്ങളുണ്ട് അത് ഞാനൊന്ന് പിരിച്ചു പറയുക. വില്യം മാക്ഡൊണാൾഡ് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളാണ്. അതൊന്ന് മനസ്സിലാക്കാനായിട്ട് ഞാൻ ഒന്ന് പിരിച്ചു പറയാൻ ആഗ്രഹിക്കുന്നു. 1, സ്റ്റേ ഇൻ ഇന്റിമേറ്റ് ഫെലോഷിപ്പ് വിത്ത് ദ ലോർഡ്. കർത്താവുമായിട്ടുള്ള ഏറ്റവും ഹൃദ്യമായ കൂട്ടായ്മയിൽ നിലനിൽക്കുക. വസിക്കുക എന്നുള്ളതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് കർത്താവുമായുള്ള ഹൃദ്യമായ കൂട്ടായ്മയിൽ അനുദിനം നിലനിൽക്കുക. 2, ഡ്രോ ലൈഫ് ആൻഡ് നറിഷ്മെന്റ് ഫ്രം ദ വൈൻ. മുന്തിരിവള്ളിയിൽ നിന്ന് ജീവനും ചൈതന്യവും വലിച്ചെടുത്തുകൊണ്ട് ജീവിക്കുക. ആത്മീയമായി പറഞ്ഞാൽ കർത്താവിൽ നിന്ന് ആത്മീയമായ ജീവനും ഉന്മേഷവും ചൈതന്യവും ഓരോ ദിവസവും പ്രാപിച്ചുകൊണ്ട് നാം ജീവിക്കുക. ഇനി 3, സ്പെൻഡിങ് ടൈം ഇൻ പ്രേയർ. ദൈവവുമായുള്ള സംസർഗത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതാണല്ലോ. നാം പ്രാർത്ഥനയിൽ അല്ലെങ്കിൽ ആരാധനയിൽ ദൈവത്തോടു കൂടെ സമയം ചെലവഴിക്കുക. വസിക്കുന്നതിന്റെ വിവിധ ഭാഗങ്ങളാണ്. അടുത്തത്, റീഡ് ആൻഡ് ഒബേ ദ വേർഡ്. ദൈവത്തിന്റെ വചനം വായിക്കുകയും ദൈവവചനം ധ്യാനിക്കുകയും ചെയ്യുക. അത് അവനിൽ വസിക്കുന്നതിന്റെ ഒരു പ്രായോഗിക വശമാണ്. അടുത്തത്, ഫെലോഷിപ്പ് വിത്ത് ഗോഡ്സ് പീപ്പിൾ. ദൈവജനവുമായുള്ള കൂട്ടായ്മയിൽ വസിക്കുക. കർത്താവിനോട് ചേർന്ന് വസിക്കുന്നതിന് സഹായകരമായൊരു കാര്യമാണ് മറ്റ് ദൈവമക്കളുമായുള്ള കൂട്ടായ്മയിൽ വസിക്കുക. കൂട്ടായ്മയില്ലെങ്കിൽ, ആത്മീയമായി ബലമില്ലെങ്കിൽ, യോഗത്തിന് വരുന്നില്ലെങ്കിൽ, ദൈവമക്കളുമായുള്ള കൂട്ടായ്മയില്ലെങ്കിൽ ആത്മീയമായി നമ്മൾ മുരടിച്ചു പോകും. ഒരു സംശയവും അക്കാര്യത്തിന് ഇല്ല. അപ്പോൾ ദൈവമക്കളുമായുള്ള സജീവ കൂട്ടായ്മ അത് കർത്താവിൽ വസിക്കുന്നതിന്റെ ഒരു പ്രായോഗിക വശമാണ്. മറ്റൊന്ന്, ബി കണ്ടിന്യൂലി കോൺഷ്യസ് ഓഫ് അവർ യൂണിയൻ വിത്ത് ഹിം. അവനുമായുള്ള നമ്മുടെ ആ കൂട്ടായ്മയെ കുറിച്ച് എപ്പോഴും ബോധമുള്ളവരായിരിക്കണം. ഞാൻ ദൈവവേദിലാണ്, ദൈവ സംസർഗത്തിലാണ് ഞാൻ എപ്പോഴും ജീവിക്കേണ്ടത് എന്നുള്ള ആഴമേറിയ ബോധ്യം എനിക്ക് ഉണ്ടായിരിക്കണം. മറ്റൊന്ന്, ലിവ് ഇൻ ടച്ച് വിത്ത് ക്രൈസ്റ്റ് മോമെന്റ് ബൈ മോമെന്റ്. ഓരോ നിമിഷവും അനുനിമിഷവും കർത്താവിനോടുള്ള സംസർഗത്തിൽ, ടച്ചിലിരിക്കണം. കർത്താവിന്റെ സാന്നിധ്യ ബോധത്തിൽ, അവനോടുള്ള സംസർഗത്തിൽ
ഓരോ നിമിഷവും ഇരിക്കണം. മറ്റൊന്ന്, ലെറ്റ് ദ ലൈഫ് ഓഫ് ദ വൈൻ ഫ്ലോ ഔട്ട് ത്രൂ ദ ബ്രാഞ്ചസ്. ഈ ശിഖരങ്ങളിൽ കൂടെ, മുന്തിരി വള്ളിയിൽ കൂടെ മുന്തിരിയുടെ ആ ജീവരസം എപ്പോഴും ഒഴുകിക്കൊണ്ടിരിക്കണം. അപ്പോൾ കർത്താവിൽ നിന്നുള്ള ആത്മീയ ചൈതന്യം, ജീവരസം ഈ നമ്മിൽ കൂടെ, ശിഖരങ്ങളിൽ കൂടെ എപ്പോഴും ഒഴുകിക്കൊണ്ടിരിക്കണം. ഞാനത് ആവർത്തിക്കേണ്ടല്ലോ, എല്ലാവർക്കും അത് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അദ്ദേഹം പറഞ്ഞിരിക്കുന്ന വിശദീകരണം നമുക്ക് എളുപ്പത്തിൽ മനസ്സിലാകാനായിട്ട് ഞാനത് അതൊന്ന് പിരിച്ചു പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇതെല്ലാം കൂടെ ചേർത്ത് നമുക്ക് പറയാം, ഫലം കായ്ക്കണമെങ്കിൽ കർത്താവിൽ വസിക്കണം. കർത്താവിൽ വസിക്കുക എന്ന് പറഞ്ഞാൽ കർത്താവുമായും അവന്റെ ജനവുമായും സജീവമായ കൂട്ടായ്മ പുലർത്തി ദൈവസന്നിധിയിൽ ആരാധനയിലും പ്രാർത്ഥനയിലും സമയം ചെലവഴിച്ച് ദൈവവചനം വായിക്കുകയും ധ്യാനിക്കുകയും ചെയ്ത് കർത്താവിനോട് അനുനിമിഷം ഏറ്റവും അടുത്ത് ജീവിക്കണം. പ്രിയപ്പെട്ടവരെ, ഞായറാഴ്ചയോ ഇടദിവസങ്ങളിലോ ലോകത്തിന് വരുന്നത് നല്ലതാണ്. പക്ഷെ അത് മാത്രം പോരാ. വല്ലപ്പോഴും ഒരിക്കൽ പ്രാർത്ഥിക്കുക, ദിവസം 2 പ്രാവശ്യം പ്രാർത്ഥിക്കുക, അത് മാത്രം പോരാ. ഏത് സമയവും നമുക്ക് ഒക്കുന്ന സമയങ്ങളിലെല്ലാം ദൈവ സാന്നിധ്യ ബോധം നാം എക്സസൈസ് ചെയ്യുകയും അവനോട് സംസാരിക്കുകയും ദൈവവുമായുള്ള ഹോട്ട് ലൈൻ നമ്മൾ എപ്പോഴും പാലിക്കുകയും ചെയ്യണം. ദൈവ സംസർഗത്തിൽ എപ്പോഴും ജീവിക്കണം. അതാണ് അവനിൽ വസിക്കുന്നതിന്റെ പ്രായോഗികമായ വശം. എന്റെ സഹോദരന്മാരെ, നമ്മളെല്ലാവരും ഇത് പ്രാക്ടീസ് ചെയ്യണം. പ്രാക്ടീസ് ചെയ്യുന്നവരാണെന്ന് ഞാൻ വിചാരിക്കുന്നു. അല്ലെങ്കിൽ നമ്മളെല്ലാവരും ഇത് പ്രാക്ടീസ് ചെയ്യണം. ആത്മീയമായി കർത്താവിനോട് ഏറ്റവും ചേർന്ന് നടക്കണം. അങ്ങനെ നടക്കുമ്പോൾ എന്തുണ്ടാവും? അങ്ങനെ നടക്കുമ്പോൾ എന്നിൽ വസിച്ചാൽ ഫലം കായ്ക്കും. അപ്പൊ ഫലം കായ്ക്കുന്ന എങ്ങനെ എന്നുള്ള ചോദ്യത്തിന് ഒന്നാമത്തെ ഉത്തരം, അവനിൽ വസിക്കുക വഴി. വസിക്കുക എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. അവനിൽ വസിക്കുക വഴി നമുക്ക് ഫലം കായ്ക്കാൻ കഴിയും. ഇനി രണ്ടാമത്തെ ഉത്തരം, ദൈവാത്മാവിനാൽ നമുക്ക് ഫലം കായ്ക്കാനായിട്ട് കഴിയും. അങ്ങനെ പറയാനുള്ള കാരണം തിരുവെഴുത്തിൽ പല ഭാഗങ്ങളിൽ അത് പറഞ്ഞിട്ടുണ്ട്. കഴിഞ്ഞ ആഴ്ച ഞാൻ ഉദ്ധരിച്ച ചില വാക്യങ്ങൾ അതിപ്പോ വായിക്കണമെന്നില്ല, കഴിഞ്ഞ ആഴ്ച പറഞ്ഞതാണ്. പറയുമ്പോൾ എല്ലാവർക്കും ഓർമ്മ വരും. 2 കൊരിന്ത്യർ 3:18 കർത്താവിന്റെ തേജസ്സിനെ കണ്ണാടി പോലെ പ്രതിബിംബിക്കുന്നവരായി നാം ആത്മാവിനാൽ തേജസ്സിന്മേൽ തേജസ് പ്രാപിച്ച് അതേ പ്രതിമയായി രൂപാന്തരപ്പെടുന്നു. മലയാളത്തിൽ വായിച്ചാൽ ഒരല്പം മനസ്സിലാക്കാൻ അല്പം പ്രയാസമുണ്ടെന്ന് തോന്നുന്നു. എന്നാൽ ഇംഗ്ലീഷിൽ വായിച്ചാൽ തേജസ്സിന്മേൽ തേജസ് പ്രാപിച്ച് രൂപാന്തരപ്പെടുന്നു. ബൈ ഹിസ് സ്പിരിറ്റ്, ആസ് ദ സ്പിരിറ്റ് ഓഫ് ഗോഡ് വർക്ക്സ് ഇൻ മീ, ഐ എം ബീയിങ് ട്രാൻസ്ഫോംഡ് ഇൻടു ഹിസ് ലൈക്ക്നെസ്. അതാണ് എന്റെ ലളിതമായ തർജ്ജമ. ദൈവാത്മാവ് എന്നിൽ പ്രവർത്തിക്കുന്നതനുസരിച്ച് ക്രിസ്തുവിന്റെ സ്വരൂപത്തോട് ഞാൻ കൂടുതൽ അനുരൂപമായിക്കൊണ്ടിരിക്കുന്നു. 2 കൊരിന്ത്യൻസ് 3:18. അപ്പൊ അവിടെ ക്ലിയർ ആയിട്ട് പറഞ്ഞിരിക്കുകയാണ് എങ്ങനെയാണ് ക്രിസ്തുവിന്റെ സ്വഭാവം നമുക്കുണ്ടാകുന്നത്, അവന്റെ സ്വഭാവത്തോട് നാം എങ്ങനെയാണ് അനുരൂപപ്പെടുന്നത്. ആസ് ദ സ്പിരിറ്റ് ഓഫ് ഗോഡ് വർക്ക്സ് ഇൻ മീ, ദൈവാത്മാവ് എന്നിൽ പ്രവർത്തിക്കുന്നതനുസരിച്ച്. അപ്പോൾ 1, അവനിൽ വസിക്കുക. 2, ദൈവാത്മാവിന്റെ പ്രവർത്തനത്തിന് കീഴ്പ്പെടുക. ഇതേ കാര്യം തന്നെ എഫേസ്യർ 3:17 കഴിഞ്ഞ ആഴ്ച നമ്മൾ പറഞ്ഞതാണ്. അവിടെ അകത്തെ മനുഷ്യൻ ശക്തിയോടെ ബലപ്പെടണമെന്ന് പൗലോസ് പ്രാർത്ഥിച്ചു. അവിടെ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചിരുന്നോ? എങ്ങനെയാകത്തെ മനുഷ്യൻ ശക്തിയോടെ ബലപ്പെടുന്നത്? അവന്റെ ആത്മാവിനാൽ. ബീയിങ് സ്ട്രെങ്തൻഡ് ബൈ ഹിസ് സ്പിരിറ്റ് ഇൻ ദ ഇന്നർ മാൻ. എഫേഷ്യൻസ് 3:17. എഫേസ്യർ 3:17 അവന്റെ ആത്മാവിനാലാണ് അകത്തെ മനുഷ്യനെ സംബന്ധിച്ച് ശക്തിയോടെ ബലപ്പെടുന്നത്. അപ്പൊ അവിടെയും ദൈവാത്മാവിന്റെ പ്രവർത്തനമുണ്ട്. നമുക്ക് ഗലാത്യ ലേഖനം 5-ാം അധ്യായത്തിൽ നാം നേരത്തെയും ഇവിടെ ചിന്തിച്ചിട്ടുള്ള ഒരു ഭാഗമാണ്. ഞാൻ തന്നെ ഇവിടെ അതിനെക്കുറിച്ച് പ്രസംഗിച്ചിട്ടുണ്ട്. എന്നാൽ ഇന്ന് ആ വിഷയം വന്നതുകൊണ്ട് അതൊന്ന് റെഫർ ചെയ്യുകയാണ്. ഗലാത്യ ലേഖനം 5-ാം അധ്യായത്തിൽ ആത്മാവിനെ കുറിച്ച് അനേക കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതിൽ ഒരു കാര്യം മാത്രം 16-ാം വാക്യത്തിൽ നോക്കാം. ഗലേഷ്യൻസ് 5:16, ആത്മാവിനെ അനുസരിച്ച് നടപ്പീൻ, എന്നാൽ നിങ്ങൾ ജഡത്തിന്റെ മോഹം നിവർത്തിക്കയില്ല. ജഡത്തിന്റെ മോഹം എന്തൊക്കെയാണ്, ജഡത്തിന്റെ പ്രവൃത്തികൾ എന്തൊക്കെയാണ് എന്ന് അതിന്റെ താഴെ പറഞ്ഞിട്ടുണ്ട്. അത് 20-ാം വാക്യത്തിൽ ആഭിചാരം, വിഗ്രഹാരാധന, പക, പിണക്കം, ക്രോധം, അസൂയ, ഇതൊക്കെയാണ് ജഡത്തിന്റെ സ്വഭാവങ്ങൾ. അത് നിങ്ങളുടെ ജീവിതത്തിൽ വരാതിരിക്കണമെങ്കിൽ, ജഡത്തിന്റെ മോഹം നിവർത്തിക്കാതിരിക്കണമെങ്കിൽ എന്ത് ചെയ്യണം?
ആത്മാവിനെ അനുസരിച്ച് നടക്കണം. വാക്ക് ഇൻ ഒബീഡിയൻസ് ടു ദ സ്പിരിറ്റ്. അപ്പോ ഫലം കായ്ക്കാനുള്ള ഒന്നാം മുഖാന്തരം, ഒന്ന് അവനിൽ വസിക്കണം. രണ്ടാമത്തെ മുഖാന്തരം ആത്മാവിനെ അനുസരിച്ച് നമ്മുടെ ഉള്ളിൽ വസിക്കുന്ന ദൈവാത്മാവിന് കീഴ്പ്പെട്ട് ജീവിക്കണം. യോഹന്നാൻ സുവിശേഷത്തിൽ പരിശുദ്ധാത്മാവ് വരുന്നതിനെ കുറിച്ചും പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനങ്ങളെ കുറിച്ചും കർത്താവ് പഠിപ്പിച്ച ഒരു പ്രധാന കാര്യമാണ് പരിശുദ്ധാത്മാവിന്റെ ഏറ്റവും വലിയ പ്രവർത്തനം ക്രിസ്തുവിനെ നമ്മിൽ വെളിപ്പെടുത്തുക, മഹത്വപ്പെടുത്തുക എന്നുള്ളതാണ്. The greatest work of the Holy Spirit is to lift Jesus Christ up in the life of a believer or glorify Christ through our life. നമ്മുടെ ജീവിതം വഴി ക്രിസ്തുവിനെ മഹത്വപ്പെടുത്തുക. യോഹന്നാൻ സുവിശേഷത്തിൽ കർത്താവ് പറഞ്ഞിട്ടുണ്ട്, നമ്മുടെ ജീവിതം വഴി ക്രിസ്തുവിനെ മഹത്വപ്പെടുത്തുക. അതാണ് പരിശുദ്ധാത്മാവിന്റെ ഏറ്റവും വലിയൊരു വേല. ആ വേല നമ്മിൽ നടക്കണമെങ്കിൽ നാം പരിശുദ്ധാത്മാവിനെ അനുസരിച്ച് പരിശുദ്ധാത്മാവിന് കീഴ്പ്പെട്ട് ജീവിക്കണം. ഞാനിവിടെ നേരത്തെ പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണെന്ന് എനിക്കറിയാം, എന്നാലും വളരെ പ്രയോജനമുള്ള കാര്യമായതുകൊണ്ട് ഒന്നുകൂടെ ഒന്ന് പറയാം. ആത്മാവിനെ അനുസരിച്ച് നടക്കുക എന്ന് പറഞ്ഞാൽ ആത്മാവ് നമ്മുടെ ഉള്ളിൽ തരുന്ന എല്ലാ പ്രേരണകളും നമ്മൾ അനുസരിക്കണം. ഒബേ ഓൾ ദ പ്രോംപ്റ്റിംഗ്സ് ഓഫ് ദ ഹോളി സ്പിരിറ്റ്. നമ്മുടെ ഉള്ളിൽ പലതരത്തിലുള്ള പ്രേരണകൾ ഉണ്ടാവും, അല്ലെ? പലതരത്തിലുള്ള തോന്നലുകൾ, അത് ചെയ്യണം, ഇത് ചെയ്യണം, അത് ചെയ്യണ്ട, ഇത് ചെയ്യണ്ട, നമ്മുടെ എല്ലാം ഉള്ളിലുണ്ടാവും. അപ്പൊ ഇതില് ആത്മാവിന്റെ പ്രേരണ ഏതാണെന്ന് എങ്ങനെ അറിയും? എന്റെ സ്വന്തം തോന്നലാണോ അതോ ദൈവാത്മാവ് എനിക്ക് തരുന്ന പ്രേരണയാണോ ഇത് ഞാൻ എങ്ങനെ അറിയും? അതറിയാൻ ചില മാർഗങ്ങളുണ്ട്. 4-5 ക്ലൂ അതിനുണ്ട്. അതായത് കീ, അതിന് 3-4 ഘടകങ്ങളുണ്ട്. How to discern whether a prompting is from the Holy Spirit or from my own spirit. നമ്മളെല്ലാവരും അറിഞ്ഞിരിക്കേണ്ട കാര്യമാണിത്. നമ്മുടെ എല്ലാ ഉള്ളിലുണ്ടാകുന്ന പ്രേരണകൾ ദൈവാത്മാവ് തരുന്നതാണോ എന്റെ തന്നെ തോന്നലാണോ? ഒന്ന്, ദൈവാത്മാവ് തരുന്ന തോന്നലാണെങ്കിൽ അത് വചനപ്രകാരമായിരിക്കും. The prompting of the Holy Spirit will always be in accordance with the word of God. ദൈവവചനത്തിന് അനുസരണമായിരിക്കും ദൈവാത്മാവ് തരുന്ന പ്രേരണ. അപ്പൊ എന്റെ മനസ്സിൽ ഒരു കാര്യം ചെയ്യണമെന്ന് തോന്നുക, അപ്പൊ ഞാൻ ചെക്ക് ചെയ്യേണ്ടത് ദൈവവചനത്തിന് അനുസരണമാണോ ആ കാര്യം. രണ്ടാമത്, ദൈവാത്മാവ് തരുന്ന പ്രേരണ ദൈവത്തിന്റെ നാമം മഹത്വപ്പെടുവാൻ കാരണമായി തീരും. The prompting of the Spirit will always result in the glory of God's name. നമ്മൾ വായിക്കുന്നുണ്ട് കൊരിന്ത്യർ ലേഖനത്തിൽ, തിന്നാലും കുടിച്ചാലും എന്ത് ചെയ്താലും ദൈവത്തിന്റെ മഹത്വത്തിനായി ചെയ്യണം. അപ്പൊ ഒരു കാര്യം ദൈവാത്മാവാണ് എന്നോട് പറയുന്നതെങ്കിൽ അതെപ്പോഴും ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന കാര്യമായിരിക്കും, അല്ലെങ്കിൽ ദൈവത്തിന്റെ ഹൃദയത്തിന് സന്തോഷം കൊടുക്കുന്ന കാര്യമായിരിക്കും. സംതിങ് ദാറ്റ് ഗ്ലോറിഫൈസ് ഗോഡ് ഓർ സംതിങ് ദാറ്റ് പ്ലീസസ് ഗോഡ്. അപ്പൊ അത് ദൈവത്തിൽ നിന്നുള്ളതാണെന്ന് എനിക്ക് അറിയാൻ പറ്റും. മൂന്നാമത്, ദൈവാത്മാവിന്റെ പ്രേരണ എന്നെ വിശുദ്ധിയിലേക്ക് നയിക്കുന്നതായിരിക്കും. The prompting of the Holy Spirit will lead me to a holier life. എന്നെ കുറച്ചുകൂടെ വിശുദ്ധമായ ജീവിതം നയിക്കാൻ സഹായിക്കുന്നതായിരിക്കും ദൈവാത്മാവിന്റെ പ്രേരണ. നാലാമത്തേത്, ദൈവാത്മാവിന്റെ പ്രേരണ ആണ് അതെങ്കിൽ എന്റെ ഹൃദയത്തിൽ അത് സംബന്ധിച്ച് സമാധാനം ഉണ്ടായിരിക്കും. I will experience rest concerning that matter if that prompting is from the Holy Spirit. റോമാലേഖനം 8-ാം അധ്യായത്തിൽ പറഞ്ഞിട്ടുണ്ട്, ആത്മാവിന്റെ ചിന്തയോ സമാധാനം. The thought of the Spirit is peace. അപ്പൊ ഈ 4 കാര്യങ്ങൾ വചനാനുസരണമായിരിക്കും, ദൈവത്തെ മഹത്വപ്പെടുത്തുന്നതായിരിക്കും, എന്നെ വിശുദ്ധിയിലേക്ക് നയിക്കുന്നതായിരിക്കും, എന്റെ ഹൃദയത്തിൽ അത് സംബന്ധിച്ച സമാധാനം ഉണ്ടായിരിക്കും. ഈ 4 ഇൻഡിക്കേറ്റേഴ്സ് ആണ് ഇത് ദൈവത്തിൽ നിന്നുള്ളത് ആ പ്രേരണയാണ് എന്നുള്ളതിന് ഒരു തെളിവ്. ഞാനത് സന്ദർഭവശാൽ ഒന്ന് പറഞ്ഞതേ ഉള്ളൂ, വളരെ പ്രയോജനകരമായ കാര്യമായതുകൊണ്ട് അത് പറഞ്ഞതേ ഉള്ളൂ. ആട്ടെ, അങ്ങനെ ദൈവാത്മാവ് അനുദിനം നമുക്ക് തരുന്ന പ്രേരണകൾ ദൈവവചനത്തിൽ കൂടി ആയിരിക്കും, അല്ലെങ്കിൽ സാഹചര്യങ്ങൾ കൂടി ആയിരിക്കും. ഏതെങ്കിലും നിലയിൽ എന്റെ ഹൃദയത്തിൽ ദൈവാത്മാവ് തരുന്ന പ്രേരണ ഈ പറഞ്ഞ കണ്ടീഷൻസ് മീറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഞാനത് അനുസരിക്കണം. ഇപ്പോ ഒരാള് എനിക്കെതിരെ ഒരു എഴുത്തെഴുതിയെന്ന് വിചാരിക്കുക, തെറ്റായിട്ട് എന്നെ ചീത്ത പറഞ്ഞ് എഴുത്തെഴുതി. അപ്പൊ ഉടനെ എന്റെ മനസ്സിലുണ്ടാകുന്ന ചിന്ത എന്താ? അയാൾക്കെതിരെ ഞാനും എഴുത്തെഴുതണം, അല്ലെ? അത് പ്രേരണയാണ്, എല്ലാവർക്കും ഉണ്ടാകും ആ പ്രേരണ. അത് ഉണ്ടാകാത്ത ആരും ഉണ്ടെന്ന് തോന്നുന്നില്ല. പക്ഷേ അത് ദൈവത്തിൽ നിന്നുള്ളതാണോ അത് എന്റെ പ്രേരണയാണോ? അത് ദൈവത്തിൽ നിന്നുള്ള അല്ല. കാരണം പ്രതികാരം ചെയ്യുക, വേറൊരാളെ മോശപ്പെടുത്തുക, ഇത് ദൈവത്തിൽ നിന്നുള്ള അല്ലെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അത് വചനാനുസരണമല്ല. അപ്പൊ വചനാനുസരണമുള്ള പ്രേരണ എന്താ? അയാളോട് ക്ഷമിക്കുക,
അയക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, അയാൾ ഏതെങ്കിലും നിലയിൽ ആത്മീയമായി സഹായിക്കാമെങ്കിൽ സഹായിക്കുക. അതാണ് പ്രോംപ്റ്റിംഗ് ഓഫ് ദ സ്പിരിറ്റ്. പ്രോംപ്റ്റിംഗ് ഓഫ് ദ ഫ്ലഷ് എന്താ? അയക്കെതിരെ തിരിച്ചെഴുതുക. ദാറ്റ് ഈസ് ഫ്രം ഫ്ലഷ്. ബട്ട് forgive him, help him spiritually. That is a prompting from the spirit. അപ്പൊ ഒരു ഉദാഹരണം ഞാൻ പറഞ്ഞതേ ഉള്ളൂ. അങ്ങനെ ദൈവാത്മാവ് തരുന്ന എല്ലാ പ്രേരണകളെയും നാം അനുസരിക്കണം. പ്രിയപ്പെട്ടവരെ, വിജയകരമായ ക്രിസ്തീയ ജീവിതത്തിനുള്ള ഏറ്റവും നല്ലൊരു മാർഗരേഖ ഇതാ. അനുദിന ജീവിതത്തിൽ ദൈവത്തിന്റെ ആത്മാവ് എനിക്ക് തരുന്ന എല്ലാ പ്രേരണയും ഞാൻ അനുസരിച്ച് ജീവിക്കണം. അങ്ങനെ ജീവിച്ചാൽ നമ്മൾ എന്താ വായിച്ചേ? ജഡത്തിന്റെ മോഹം നിവർത്തിക്കുകയില്ല. ആത്മാവിനെ അനുസരിച്ച് നടന്നാൽ ജഡ സ്വഭാവം നമ്മെ കീഴ്പ്പെടുത്താൻ ഇടയാവുകയില്ല. ഇനി ആത്മീയമായി വളരാൻ, മെച്യൂരിറ്റിയിലേക്ക് വരാൻ ഒരു കാര്യം കൂടി ഉണ്ട്. അത് ദൈവവചനമാണ്. നമുക്കറിയാവുന്ന കാര്യമാണ്. 1 പത്രോസ് 2-ാം അധ്യായത്തിന്റെ 2-ാമത്തെ വാക്യം നമുക്ക് വളരെ പരിചയമുള്ളൊരു വാക്യമാണ്. അവിടെ എന്താ വായിക്കുന്നത്? 1 Peter 2:2. 1 Peter 2:2. ആകയാൽ സകല ദുഷ്ടതയും എല്ലാ ചതിവും വ്യാജഭാവവും അസൂയയും എല്ലാം നുണയും നീക്കിക്കളഞ്ഞ് ഇപ്പോൾ ജനിച്ച ശിശുക്കളെ പോലെ രക്ഷയ്ക്കായി വളരുവാൻ വചനമെന്ന മായമില്ലാത്ത പാൽ കുടിപ്പാൻ വാഞ്ചിപ്പീൻ. ഇവിടെ മലയാളത്തിൽ രക്ഷയ്ക്കായി വളരുവാൻ എന്നുണ്ട്. എന്ന് പറഞ്ഞാൽ രക്ഷിക്കപ്പെടാൻ വേണ്ടി എന്നല്ല, രക്ഷയോടുള്ള ബന്ധത്തിൽ വളരുവാൻ എന്നാണ്. ഇംഗ്ലീഷിൽ ആ രക്ഷയ്ക്കായി എന്നുള്ള പ്രയോഗമില്ല. അവിടെ രക്ഷയ്ക്കായി എന്ന് ഇംഗ്ലീഷ് വേദപുസ്തകത്തിലില്ല. ഇംഗ്ലീഷ് വേദപുസ്തകത്തിൽ പ്രത്യേകിച്ച് അങ്ങനെ എടുത്തു പറഞ്ഞിട്ടില്ല. ഡിസയർ ദ പ്യൂർ മിൽക്ക് ഓഫ് ദ വേർഡ് ദാറ്റ് യു മേ ഗ്രോ ദെയർ ബൈ. വളരാനായിട്ട് ദൈവവചനം എന്ന പാൽ കുടിപ്പാൻ വാഞ്ചിപ്പീൻ. അപ്പോൾ ആത്മീയമായി വളരാനുള്ള അടുത്തൊരു മുഖാന്തരം ദൈവത്തിന്റെ വചനം. നമ്മളെല്ലാവരും എപ്പോഴും പറയും ദൈവവചനം വായിക്കണം, എല്ലാ ദിവസവും വേദപുസ്തകം വായിക്കണം എന്ന് പിള്ളേരോടും പറയും, നമ്മളും പറയും. എന്തിനാ ഈ ദൈവവചനം വായിക്കുന്നത്? ചടങ്ങ് പോലെ വായിക്കുകയാണോ? മനോരമ എല്ലാ ദിവസവും വായിക്കുന്നു അല്ലേ? അതുപോലെ വായിക്കുന്നതേ ഉള്ളോ? കഥാപുസ്തകം വായിക്കുന്ന പോലെ വായിക്കുകയാണോ? ഫിസിക്സ് ടെക്സ്റ്റ് വായിക്കുന്ന പോലെ വായിക്കുകയാണോ? എന്താ ദൈവവചനം വായിക്കുക എന്ന് പറഞ്ഞാൽ? ദൈവവചനം എന്തിനാ വായിക്കുന്നത്? ദൈവവചനത്തിലെ സത്യങ്ങൾ മനസ്സിലാക്കാൻ. അത് മാത്രമല്ല, ആ സത്യങ്ങൾക്ക് കീഴ്പ്പെട്ട് അത് നമ്മുടെ ചിന്തകളെയും ജീവിതശൈലിയെയും സ്വാധീനിക്കാൻ നാം അനുവദിക്കണം. അതിനാ ദൈവവചനം വായിക്കുന്നത്. We read the word of God, not only that we might grasp the truths of God's word, but that we might allow the word of God to control our thought pattern and behavior. The word of God should influence my lifestyle. പ്രിയപ്പെട്ടവരെ, ഇത് സംഭവിക്കുന്നുണ്ടോ? ഇവിടെ ഇരിക്കുന്ന എല്ലാവരും എല്ലാ ദിവസവും വേദപുസ്തകം വായിക്കുന്നവരാണ് ഞാൻ വിചാരിക്കുന്നത്. നമ്മളെല്ലാം എത്രയോ 10, 50, 40 വർഷമായിട്ട് എല്ലാ ദിവസവും വേദപുസ്തകം വായിക്കുന്നവരാണ് നമ്മളെല്ലാവരും, അല്ലെ? എല്ലാവരും വേദപുസ്തകം വായിക്കുന്നവരാണെന്ന് ഞാൻ വിചാരിക്കുന്നു. അല്ലാതെ ആരും ഇവിടെ കാണുകയല്ല. പക്ഷേ ഇത്രയും വർഷം ഈ പുസ്തകം വായിച്ചിട്ട് അതിന് ആനുപാതികമായ രൂപാന്തരം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നുണ്ടോ? പ്രൊപ്പോർഷനേറ്റ് ആയിട്ടുള്ള ട്രാൻസ്ഫർമേഷൻ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നുണ്ടോ? പലപ്പോഴും ഉത്തരം ഇല്ലെന്നാണ്. വായിക്കുന്നുണ്ട്, അത് എല്ലാ ദിവസവും വായിക്കുന്നുണ്ട്, പക്ഷെ അതിനനുസരിച്ചുള്ള രൂപാന്തര ജീവിതത്തിൽ ഉണ്ടാകുന്നില്ല. പക കുറയുന്നുണ്ടോ? പണത്തോടുള്ള ആശ കുറയുന്നുണ്ടോ? മറ്റുള്ളവരെ സഹായിക്കണമെന്നുള്ള ആഗ്രഹം കൂടുന്നുണ്ടോ? ക്ഷമിക്കണമെന്നുള്ള താല്പര്യം കൂടുതൽ വർദ്ധിക്കുന്നുണ്ടോ? ആകുലപ്പെടരുത് എന്നുള്ള ചിന്ത എന്നെ സ്വാധീനിക്കുന്നുണ്ടോ? അപ്പോൾ ദൈവവചനം വായിക്കണമെന്ന് പറയുന്നത് ചുമ്മാ വായിച്ചു വിടണമെന്നല്ല. എല്ലാ ദിവസവും പത്രം വായിക്കുന്ന ഇതും വായിച്ചിരിക്കണമെന്നല്ല. ദൈവവചനം വായിക്കണമെന്ന് പറയുന്നത് ദൈവവചനത്തിന്റെ സ്വാധീനം നമ്മുടെ ചിന്തയിലും പെരുമാറ്റത്തിലും ഉണ്ടാകണം. The word of God should influence my thought pattern and my behavior. That is the benefit of reading God's word. അത് സാധിക്കുന്നില്ലെങ്കിൽ വചനം വായിച്ചാലും ഒന്നുമില്ല, വായിച്ചില്ലേലും ഒന്നുമില്ല. ദൈവവചനം എന്നെ സ്വാധീനിക്കുന്നില്ല, പിന്നെ പത്രം വായിക്കുന്ന പോലെ അത് വായിച്ചുകൊണ്ട് എന്താ കാര്യം? അതുകൊണ്ട് നാം പ്രത്യേകം ശ്രദ്ധിക്കണം. ദൈവത്തിന് വചനം വായിക്കണം, ചുമ്മാ വായിക്കുകയല്ല. അതിനകത്തെ പല കാര്യങ്ങളും, അനേക കാര്യങ്ങൾ നമ്മെ സ്വാധീനിക്കണം. നമ്മൾ വായിക്കുന്ന ഒരു ഭാഗത്തായിരിക്കും ഒരു പക്ഷേ സകല മനുഷ്യരോടും നിങ്ങളാൽ ആവോളം സമാധാനമായിരിപ്പീൻ, റോമാലേഖനത്തിലെ ഒരു വാക്യം, അതാ വായിക്കുന്നതെന്ന് വിചാരിക്കുക. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ഞാൻ സകല മനുഷ്യരോടും സമാധാനമായിരിക്കാൻ എന്നാൽ ആവോളം എല്ലാം ചെയ്യുന്നുണ്ടോ എന്നൊരു ചോദ്യം ചോദിക്കണം. ഇല്ലെന്നാണെങ്കിൽ ഇന്ന് പകൽ എന്ത് ചെയ്യാൻ പറ്റും? ആ സഹോദരിയെ ഫോണ് വിളിച്ച് ഒരു ക്ഷമ പറയാൻ പറ്റും, അല്ലെ ആ സഹോദരനോട് ഇനി കാണുമ്പോൾ ഒരു സോറി പറയാൻ പറ്റും. ഇതാ അതിന്റെ പ്രാക്ടിക്കൽ സൈഡ്. വാക്യം വായിച്ച് കാണാതെ പഠിച്ചു വിട്ടാൽ പോരാ. അങ്ങനെ ഓരോ കാര്യങ്ങള്. ലോകത്തെയും അതിനുള്ളതിനെ സ്നേഹിക്കരുത്,
അത് വായിക്കുമ്പോൾ എൻ്റെ ഹൃദയം ലോകത്തോട് പറ്റുമാനമുള്ളതായിട്ടാണോ ഇരിക്കുന്നത്? ലോകത്തിലെ കാര്യങ്ങളോട് എനിക്ക് കൂടുതൽ താല്പര്യം വർദ്ധിക്കുകയാണോ? അതോ എൻ്റെ ഡിറ്റാച്ച്മെന്റ് വർദ്ധിക്കുകയാണോ? അപ്പോൾ ദൈവത്തിന്റെ വചനം എന്നെ സ്വാധീനിക്കാൻ ഞാൻ അനുവദിക്കണം. എങ്ങനെയാണ് ആത്മീയ പക്വതയിലേക്ക് നാം വളരുന്നത്? 3 കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. 1, അവനിൽ വസിക്കണം, അവനോട് ഏറ്റവും ചേർന്ന് ജീവിക്കണം. 2, ദൈവത്തിന്റെ ആത്മാവിന്റെ പ്രേരണകൾക്ക് വിധേയനായി ഞാൻ ജീവിക്കണം. 3, ദൈവവചനം വായിക്കുകയും എന്നെ സ്വാധീനിക്കാൻ അനുവദിക്കുകയും ചെയ്യണം. അപ്പൊ ആത്മീയമായി വളരാനുള്ള 3 മുഖാന്തരങ്ങൾ: അബൈഡിങ് ഇൻ ഹിം, ഒബേയിങ് ദ പ്രോംപ്റ്റിംഗ് ഓഫ് ദ ഹോളി സ്പിരിറ്റ്, ആൻഡ് thirdly, yielding myself to the truths of God's word. ദൈവവചനത്തിലെ സത്യങ്ങൾക്ക് ഞാൻ കീഴ്പ്പെടുക. ഇനി ഒരു കാര്യം കൂടെ വളർച്ചയുള്ള ബന്ധത്തിൽ എനിക്കൊന്ന് പറയാനുണ്ട്. അത് സങ്കീർത്തനത്തിൽ നിന്നാണ്. 92-ാം സങ്കീർത്തനം 14-ാമത്തെ വാക്യം. 92-ാം സങ്കീർത്തനം 14-ാം വാക്യം: വാർദ്ധക്യത്തിലും അവർ ഫലം കായ്ച്ചുകൊണ്ടിരിക്കും, അവർ പുഷ്ടി വെച്ചും പച്ച പിടിച്ചും ഇരിക്കും. ആരുടെ കാര്യമാണെന്ന് 12 മുതലുണ്ട്. നീതിമാൻ ഫലം പോലെ തഴയ്ക്കും, ലെബനോനിലെ ദേവദാരു പോലെ വളരും, യഹോവയുടെ ആലയത്തിൽ നടുതലയായവർ നമ്മുടെ ദൈവത്തിന്റെ പ്രാകാരങ്ങളിൽ തഴയ്ക്കും. വാർദ്ധക്യത്തിലും അവർ ഫലം കായ്ച്ചുകൊണ്ടിരിക്കും, അവർ പുഷ്ടി വെച്ചും പച്ച പിടിച്ചും ഇരിക്കും. ഈ 14-ാം വാക്യം എല്ലാവർക്കും അറിയാവുന്ന വാക്യം അല്ലെ? നമ്മൾ ചിലരെ കുറിച്ചൊക്കെ, പ്രായമുള്ളവരെ കുറിച്ചൊക്കെ പറയുമ്പോൾ അവർ വാർദ്ധക്യത്തിലും ഫലം കായ്ക്കുന്നവരാ എന്നൊക്കെ പറയും. എല്ലാവർക്കും അറിയാവുന്ന വാക്യ. വാർദ്ധക്യത്തിൽ ഫലം കായ്ച്ചുകൊണ്ടിരിക്കും. ഞാൻ ഈ അടുത്തിടെ ഇതിനെക്കുറിച്ച് കാര്യമായിട്ട് കുറച്ച് ചിന്തിക്കാനിടയായി. അത് നിങ്ങളോടൊന്ന് പറയാൻ ഞാൻ വിചാരിക്കുക. ഞാൻ ഈ പറയാൻ പോകുന്ന കാര്യം ഇതുവരെ ആരും പ്രസംഗത്തിലോ സജഷനിലോ പറഞ്ഞ് ഞാൻ കേട്ടിട്ടില്ല. നിങ്ങൾ കേട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഭാഗ്യവാന്മാർ. ഞാൻ ഇതുവരെ കേൾക്കാത്തൊരു കാര്യമാണ് നിങ്ങളോട് പറയാൻ പോകുന്നത്. ഇതുവരെ ഞാൻ പറഞ്ഞിട്ടുമില്ല പ്രസംഗത്തിൽ, ഇവിടുത്തെ പ്രസംഗത്തിൽ. അതുകൊണ്ട് ആദ്യമായി പറയാം. അതെന്താണെന്ന് അറിയാമോ? വാർദ്ധക്യത്തിൽ ഓട്ടോമാറ്റിക് ആയിട്ട് ഫലം കായ്ക്കുകയല്ല. ഈ വാക്യം വെച്ച് ചിലർ വിചാരിക്കുന്നത് വാർദ്ധക്യം ആകുമ്പോഴത്തേക്ക് എല്ലാവരും ഫലം കായ്ക്കുമെന്ന്. പ്രായമുള്ളവരെ നോക്കിയാൽ എല്ലാവരും ഫലം കായ്ച്ചാണ് ഇരിക്കുന്നത്, ആണോ? പ്രായമുള്ളവരുടെ കുശുമ്പും കുഞ്ഞായ്മയും പടക്കോസും എല്ലാം തീർന്നോ? ഉത്തരം നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലെ? വാർദ്ധക്യത്തിൽ ഓട്ടോമാറ്റിക്കലി ഫലം കായ്ക്കുകയില്ല. ഇവിടെ ആരുടെ കാര്യമായി പറയുന്നത് നോക്കിയേ. നീതിമാൻ പന പോലെ തഴയ്ക്കും, പിന്നെ ലെബനോനിലെ ദേവദാരു പോലെ വളരും, യഹോവയുടെ ആലയത്തിൽ നടുതലയായവർ നമ്മുടെ ദൈവത്തിന്റെ പ്രാകാരങ്ങളിൽ തഴയ്ക്കും, വാർദ്ധക്യത്തിലും അവർ ഫലം കായ്ച്ചുകൊണ്ടിരിക്കും. അപ്പോ വാർദ്ധക്യത്തിൽ ഫലം കായ്ക്കുന്നത് ആരാ? എല്ലാവരും പ്രായമാകുമ്പോൾ ഫലം കായ്ക്കും, ആത്മീയ ഫലം. അങ്ങനല്ല, അങ്ങനെ കായ്ക്കുകയല്ല. ഞാൻ കുറച്ചുകൂടെ പ്രായമാകുമ്പോൾ കുറച്ചുകൂടെ ആത്മീയനാകും എന്നാരും വിചാരിക്കരുത്. ആത്മീയത്വം ഓട്ടോമാറ്റിക് ആയിട്ട് വരുന്ന ഒരു കാര്യമല്ല. No one becomes spiritual automatically. You never drift into spirituality. ആത്മീയത്വത്തിലേക്ക് ഒരു പ്രായമാകുമ്പോൾ വഴുതി വീഴുക, അങ്ങനെ ഒരു കാര്യമില്ല. പ്രായമാകുമ്പോൾ തല നരയ്ക്കും എന്നുള്ളത് ശരിയാണ്, പക്ഷേ ആത്മീയനാവുന്നുള്ളത് ശരിയല്ല. അപ്പോ വാർദ്ധക്യത്തിൽ ഫലം കായ്ക്കണമെങ്കിൽ ഇവിടെ പറയുന്നത് യഹോവയുടെ ആലയത്തിൽ നടുതലയായവർ. ഇംഗ്ലീഷിൽ നിങ്ങൾ നോക്കിയാൽ those who are planted in the house of the Lord. യഹോവയുടെ ആലയവുമായിട്ട് ഏറ്റവും ബന്ധപ്പെട്ട് നീതിയായി ജീവിക്കുന്നവർ. ജോൺ മക്കാർത്തറിന്റെ സ്റ്റഡി ബൈബിളിൽ ഈ വാക്യത്തിന് ഒരു വിശദീകരണം കൊടുത്തിട്ടുണ്ട്. ഈ വാക്യത്തിന്റെ അർത്ഥം എന്താന്ന് അദ്ദേഹം പറഞ്ഞിരിക്കുകയാണ്. thriving conditions of those who maintain a close relationship with the Lord. കർത്താവുമായിട്ട്, നമ്മൾ യോഹന്നാൻ 15 എന്ന് പറഞ്ഞ പോലെ, കർത്താവിൽ വസിക്കുന്നവരായി കർത്താവുമായി ഏറ്റവും നല്ല ഹൃദ്യമായ ബന്ധം പുലർത്തി ജീവിക്കുന്നവർ വാർദ്ധക്യത്തിൽ ഫലം കായ്ക്കും. അപ്പൊ ഇതുവരെ കേൾക്കാത്ത കാര്യം എന്ന് പറഞ്ഞാൽ എന്താ? അതാ ഇനി പറയാൻ പോകുന്നത്. പ്രിയപ്പെട്ടവരെ, നാം വാർദ്ധക്യത്തിൽ ആത്മീയ ഗുണങ്ങൾ ഉള്ളവരായി കാണപ്പെടണമെങ്കിൽ എന്ന് പറഞ്ഞാൽ വളരെ ക്ഷമയുള്ളവരും സന്തോഷമുള്ളവരും ആകലുമില്ലാത്തവരും ക്ഷമിക്കുന്നവരും വഹിക്കുന്നവരും ആകണമെങ്കിൽ, ബാക്കി നിങ്ങൾ പറഞ്ഞേ, ആകണമെങ്കിൽ ചെറുപ്പത്തിലെ ഈ ക്വാളിറ്റീസ് ഡെവലപ്പ് ചെയ്യണം. ഇതാണ് വേറെ ആരും പറഞ്ഞ് ഞാൻ കേട്ടിട്ടില്ലെന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞത്. ഞാൻ ആരും പറഞ്ഞത് ഞാൻ കേട്ടിട്ടില്ല, പക്ഷെ ഇത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. നാം ആരോഗ്യവും ബലവും ഉള്ള കാലത്ത്, ഓടി നടക്കാൻ ഒക്കുന്ന കാലത്ത്, ആത്മീകമായ ഗുണങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നാം ഡെവലപ്പ് ചെയ്തെടുക്കണം. അഡ്ജസ്റ്റ് ചെയ്യാൻ പഠിക്കണം. അല്ലെ എന്ത് പറ്റും? കിടപ്പിലാകുമ്പോ
അമ്മായും മരുമോളുമായിട്ട് വഴക്കുണ്ടാക്കും. ഈ പറയുന്ന സത്യം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ അല്ലേ? എന്താ കാര്യം? ആകാവുന്ന കാലത്ത് അഡ്ജസ്റ്റ്മെന്റ് പഠിച്ചിട്ടില്ല. ആരോഗ്യമുള്ള കാലത്ത് നമ്മളെല്ലാം മിടുക്കരാ അല്ലേ? ഇങ്ങോട്ട് വരട്ടെ, ഞാൻ ഒരു വാക്ക് പറയുന്നുണ്ട്. ആരോഗ്യമുള്ള കാലത്ത് നമ്മളെല്ലാം ഭയങ്കര മിടുക്കരാ. എന്റെ കൂടെ നിൽക്കാൻ 100 ആള് വേറെയുണ്ട് എന്നൊക്കെ നമ്മൾ പറയും. പ്രിയപ്പെട്ടവർ, ഒരു കാര്യം ഓർക്കണം. സഭാപ്രസംഗി നല്ലതായിട്ട് പറഞ്ഞിട്ടുണ്ട്. സഭാപ്രസംഗി 12 നിങ്ങൾക്കൊക്കെ അറിയാമല്ലോ, വായിക്കാൻ സമയം എടുക്കുന്നില്ല. അവിടെ പറയാണ് നമ്മുടെ വാർദ്ധക്യകാലത്തിന്റെ വിവരണം അവിടെയാണ്. ആ വിവരണത്തിൽ സഭാപ്രസംഗി എന്തെല്ലാം കാര്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നതെന്ന് അറിയാമോ? കയറ്റത്തെ പേടിക്കും. എന്തോ ഒരു കറക്റ്റാണ് അല്ലേ? നടക്കല്ല് കയറാൻ മേല. റെയിൽവേ സ്റ്റേഷനിൽ ചെന്നാൽ ഇപ്പൊ ആദ്യം നോക്കുന്ന ലിഫ്റ്റ് ഉണ്ടോന്നാ, എസ്കലേറ്റർ ഉണ്ടോന്നാ. പണ്ടങ്ങനെ അല്ലാരും. കയറ്റത്തെ പേടിക്കും. എല്ലാവരുടെയും കാര്യം മുട്ടുവേദന, കയറ്റത്തെ പേടിക്കും. പിന്നെ വേറെ രസകരമായൊരു കാര്യം, ഒത്തിരി കാര്യം പറഞ്ഞിട്ടുണ്ട് അവിടെ, എല്ലാം ഞാൻ എടുക്കുന്നില്ല. അടുത്തത്, വഴിയിൽ ഭീതികൾ ഉള്ളതായി തോന്നും. വഴിയിൽ ഭീതി ഉണ്ടെന്നല്ല, പിന്നെ ഉള്ളതായി തോന്നും. കുഞ്ഞെ, ആരായി ഇപ്പൊ അതിൽ അങ്ങോട്ട് പോയെ? ഒരു ശബ്ദം കേട്ടല്ലോ, ആരും പോയില്ല, ഒരു ശബ്ദവും കേട്ടില്ല, പിന്നെ ഭീതികൾ ഉള്ളതായി തോന്നുക. പ്രായമാകും ഇങ്ങനെ ഓരോന്നെല്ലാം തോന്നും. ഉള്ള കാര്യമല്ല തോന്നുന്നേ. ആരാണ്ട് ഇപ്പൊ അതിലെ വന്നല്ലോ, ആരും വന്നില്ല, പക്ഷെ വഴിയിൽ ഭീതികൾ ഉള്ളതായി തോന്നും. ശലോമൻ എത്ര ഭംഗിയായിട്ട് അതെല്ലാം പറഞ്ഞു വെച്ചിരിക്കുന്നത്. വേറെ എത്ര കാര്യമുണ്ട്. ഇപ്പോൾ ഞാൻ പറയാൻ വന്നത്, പ്രായമാകുമ്പോൾ, വാർദ്ധക്യമാകുമ്പോൾ നമ്മുടെ ശാരീരികമായ കേപ്പബിലിറ്റീസ് എല്ലാം കുറയും. മൂവ്മെന്റ് നിൽക്കും, നടക്കാൻ മേല. പിന്നെ കാഴ്ച, അതെല്ലാം അവിടെ പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ കാഴ്ച മങ്ങും. ഭക്ഷണത്തോടുള്ള നമ്മുടെ താല്പര്യം പോകും. ഗോതമ്പ് നുറുക്ക് കഞ്ഞി തന്നെ വേണ്ട. മീനും ഇറച്ചി എല്ലാം വീട്ടിൽ ഇഷ്ടം പോലെ ഉണ്ട്, ഒന്നും വേണ്ട. ഒരാഹാരത്തോടും താല്പര്യമില്ല. അങ്ങനെ പാട്ട് കേൾക്കാനുള്ള താല്പര്യം ഒക്കെ പോകും. യാത്ര ചെയ്യാനുള്ള, ടൂർ അടിക്കാനുള്ള സന്തോഷമൊക്കെ പോകും പ്രായമാകുമ്പോൾ. പിന്നെ പ്രായമാകുമ്പോൾ ഇനി പറയുന്നതാരും ശ്രദ്ധിച്ചോണം, ഒരൊറ്റ കാര്യമേ നമ്മെ നിലനിർത്തുള്ളൂ. എന്താ? കഴിക്കാൻ താല്പര്യമില്ല, ടൂർ അടിക്കാൻ താല്പര്യമില്ല, അമേരിക്കയിൽ പോകാൻ താല്പര്യമില്ല, മറ്റേ അടുത്ത വീട്ടിൽ പോകാൻ താല്പര്യമില്ല. ഒറ്റ കാര്യമേ നമുക്ക് സന്തോഷം തരുള്ളൂ. എന്താ എന്ന് പറഞ്ഞേ? നമ്മുടെ ആത്മീയമായ സ്വഭാവം. ഇത് മാത്രമേ സന്തോഷം തരുള്ളൂ. വേറെ ഒരു കാര്യവും പ്രായമാകുമ്പോൾ നമ്മുടെ സഹായത്തിന് വരികയില്ല. എല്ലാവരും അത് ഓർത്തോണം. ചെറുപ്പമായിരിക്കും ഇതൊന്നും ഓർക്കുകയല്ല. ഇങ്ങോട്ട് ഒരുത്തും വഴക്കുണ്ടാക്കാൻ പറഞ്ഞാൽ ഞാൻ റെഡിയാ വഴക്കുണ്ടാക്കാൻ അല്ലേ? ഇങ്ങോട്ട് ഒരു ചീത്ത പറഞ്ഞ് 2 ചീത്ത പറയാൻ റെഡിയായിട്ട് ഇവിടെ നിൽക്കുക. എന്നെ അങ്ങനെ തോപ്പിക്കാമെന്നൊന്നും വിചാരിക്കണ്ട, ഞാൻ അങ്ങനെ വിട്ടുകൊടുക്കുകയൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇന്ന് നടക്കുന്നത്. കുറച്ച് ദിവസം കഴിയുമ്പം കട്ടിലയിൽ നീ ചുരുണ്ടുകൂടി കിടക്കും. മോളോ മരുമോളോ പൊക്കിയാലല്ല നിനക്ക് പൊങ്ങാൻ പറ്റുകയല്ല. അങ്ങനൊന്നും വരാതെ പെട്ടെന്ന് ഈ ലോകത്തിൽ നിന്ന് പോയാൽ നല്ല കാര്യം. അതൊക്കെ അതാ നമ്മുടെയൊക്കെ ആഗ്രഹം. പക്ഷെ അത് നടക്കണമെന്നില്ല. അനേകരുടെ കാര്യം നമുക്കറിയാം. പ്രിയപ്പെട്ടവര്, അന്ന് വഴക്കോട് വഴക്കായി. തൊടുന്നതിനും പിടിക്കുന്നതിനും എല്ലാം പരാതി, എന്തു കൊടുത്താലും പരാതി, വീട്ടുകാരോടും നാട്ടുകാരോടും എല്ലാം പരാതി. എന്തുകൊണ്ടാ പരാതി? ആകാവുന്ന കാലത്ത്, ആരോഗ്യമുള്ള കാലത്ത്, ഓടി നടന്ന കാലത്ത് ഈ ക്രിസ്ത്യൻ വെർച്യൂസ് ഡെവലപ്പ് ചെയ്തില്ല. ഈ വൃക്ഷം ഫലം കായ്ക്കുന്ന പെട്ടെന്ന് ഒരു ദിവസമാണോ? ആണോ? എങ്ങനെ ഒരു വൃക്ഷം ഫലം കായ്ക്കുന്നത്? ചെറുപ്പം മുതലേ, നടുന്ന കാലം മുതലേ വെള്ളമൊഴിച്ച്, സൂര്യപ്രകാശം കൊടുത്ത്, വളമിട്ട്, കരുതി, വെട്ടണമെങ്കിൽ വെട്ടി, പ്രൂൺ ചെയ്യണമെങ്കിൽ പ്രൂൺ ചെയ്ത്, അങ്ങനെ സംരക്ഷിച്ച് കരുതി വളർത്തുന്ന വൃക്ഷങ്ങളാണ് ഓരോ വൃക്ഷത്തിന്റെ കാലയളവ് 5 വർഷമോ 10 വർഷമോ 1 വർഷമോ അനുസരിച്ച് ഫലം കായ്ക്കുന്നത്. അല്ലാതെ ഒരു വൃക്ഷം വെച്ചാൽ ഓട്ടോമാറ്റിക് ആയിട്ട് കുറച്ച് കഴിയുമ്പോൾ ഫലം കായ്ക്കുക, അങ്ങനെ കായ്ക്കത്തില്ല. എന്തുമാത്രം നാം അതിനെ കരുതുന്നുവോ അത്രയും മാത്രമേ ഫലം കായ്ക്കുകയുള്ളൂ. ഞാൻ പറഞ്ഞ എല്ലാവർക്കും മനസ്സിലായല്ലോ. വാർദ്ധക്യത്തിൽ ഫലം കായ്ക്കണമെങ്കിൽ ചെറുപ്പത്തിൽ ഫലം കായ്ക്കാനുള്ള കാര്യങ്ങൾ ചെയ്തിരിക്കണം. ചെറുപ്പത്തിലെ ദൈവത്തോട് ചേർന്ന് നടന്ന് ക്രിസ്തീയ ഗുണങ്ങൾ ഡെവലപ്പ് ചെയ്തെടുക്കണം. അങ്ങനെയുള്ള ചിലരുടെ കാര്യം നമുക്കറിയാം അല്ലേ? പരക്കുന്നതിലെ അപ്പച്ചിയപ്പലിയൊക്കെ ഉള്ളവര് എത്ര വയസ്സായി രോഗിയായി ചെല്ലുന്നവരനെ സ്തോത്രം എന്ന് പറഞ്ഞുകൊണ്ടാ. ആ ചിരി കാണുമ്പോഴേ നമ്മുടെ പ്രയാസം മുഴുവൻ പോയി. അതാ വാർദ്ധക്യത്തിൽ ഫലം കായ്ക്കും. അല്ലാതെ എനിക്ക് വയ്യ കുഞ്ഞെ, ബാക്കിയുള്ളവരെ കുറ്റം പറഞ്ഞ് ചീത്ത പറഞ്ഞിരിക്കുന്ന അല്ല. നമ്മുടെ കാര്യമോ? നമ്മളെല്ലാവരും ഈ കൂട്ടത്തിൽ പെടുന്നവരാ, ആരും എക്സെപ്റ്റ് അല്ല. അതുകൊണ്ട് ആരോഗ്യം ബലമുള്ള കാലത്ത് ആത്മീയമായി വളരാൻ എല്ലാവരും ശ്രദ്ധിച്ചോണം. വഴക്കും വയ്യാവേലിയും പരാതിയും പണക്കമൊക്കെ ഇപ്പൊ തീർത്തോണം. അഡ്ജസ്റ്റ് ചെയ്യാൻ ഇപ്പൊ പഠിച്ചോണം. ക്ഷമിക്കാൻ ഇപ്പോഴേ പഠിക്കണം. എങ്കിലേ ക്ഷമിക്കാൻ വളരെ ആവശ്യമുള്ള നാളുകൾ മുമ്പിൽ വരുന്നു. സഹിക്കാൻ വളരെ ആവശ്യമുള്ള നാളുകൾ മുമ്പിൽ വരുന്നു. അന്ന് സന്തോഷമായിരിക്കണമെങ്കിൽ ഇപ്പോഴേ ഈ ക്വാളിറ്റീസ് ഡെവലപ്പ് ചെയ്യണം.
സൈമൺ സാറിന്റെ ഒരു കവിത ആണെന്നാണ് ഒരു ദേവദാസൻ പറഞ്ഞത്. എനിക്ക് അത്ര നിശ്ചയമില്ല സാറിന്റെ ആണോ എന്ന്. ഒരു കവിതയിൽ ഇങ്ങനെ പറയുന്നുണ്ട്: കട പൂട്ടും മുമ്പേ വിളക്കിനെണ്ണ മുൻകൂട്ടി കരുതിടായെങ്കിൽ കൊടിയൊരു രാത്രിയിൽ ദീപമെന്യെ അഴലോടെ ഇരുളിൽ ഇരുന്നു പോകും. ഒരു ദേവദാസൻ പ്രസംഗിച്ചപ്പോൾ ചൊല്ലിയ ഒരു കവിതയാണ്. അത് എൻ്റെ ഹൃദയത്തെ വളരെ സ്പർശിച്ചു. അതിന്റെ കൃത്യം വരെ എനിക്ക് അറിഞ്ഞുകൂടാ, എന്റെ ഓർമ്മയെന്ന് ഞാൻ പറഞ്ഞാണ്. കട പൂട്ടുന്നതിന് മുമ്പേ വിളക്കിന് എണ്ണ നീ കരുതിക്കോണം, അല്ലെങ്കിൽ കൊടിയൊരു രാത്രിയിൽ ദീപമന്യേ അടലോടെ നീ ഇരുട്ടിൽ ഇരുന്നു. കൊടിയൊരു രാത്രിയിൽ ഇരുട്ടിൽ ഒറ്റയ്ക്ക് ഇരിക്കണമെങ്കിൽ കട പൂട്ടുന്നതിന് മുമ്പ് എല്ലാവരും എണ്ണ സംഭരിച്ചോണം. പ്രിയപ്പെട്ടവരെ, ആത്മീയമായി വളരുക എന്നുള്ളത് എത്രയോ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതുകൊണ്ട് ദൈവമക്കൾ, സഹോദരിമാര്, കുഞ്ഞുങ്ങൾ, നാം എല്ലാവരും നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ ഈ മുമ്പേ പറഞ്ഞ കാര്യങ്ങളുടെ വെളിച്ചത്തിൽ നമ്മെ തന്നെ ദൈവവചനത്തിന് കീഴ്പ്പെടുത്തി, ദൈവാത്മാവിന് കീഴ്പ്പെടുത്തി, അവനിൽ വസിച്ച് ആത്മീയമായി ബലം പ്രാപിച്ച് വളരാൻ നമുക്ക് എല്ലാവർക്കും ശ്രദ്ധിക്കാം. അപ്പോ ഈ ലോകത്തിലും വാർദ്ധക്യത്തിലും വരുവാനുള്ള ലോകത്തിലും അതിന് നന്മയും ഗുണവും നമുക്കുണ്ടാകും. ദൈവത്തിന്റെ ആത്മാവ് നമ്മെ സഹായിക്കും.